60+ HOT റേറ്റ് ഉണ്ട്. എടാ എനിക്ക് വേണ്ട HOT റേറ്റ് അല്ല മുത്തേ, ഞാൻ പറഞ്ഞില്ലേ എന്റെ റിക്രൂട്ട്മെന്റ് ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. എനിക്ക് HOT റേറ്റും മറ്റേ സാധനമൊന്നുമില്ല. KD അത്യാവശ്യം വേണം, അത്യാവശ്യം കളിക്കണം, അത്യാവശ്യം കളിച്ചാൽ അല്ലാണ്ട് മറ്റേ ഭയങ്കര മറ്റേ ആന പ്രോ ഒന്നും എനിക്ക് ആവശ്യമില്ല. ബുധനാഴ്ച ഇന്ന് ഞാൻ കേട്ടുന്ന ആൾക്കാർ ബുധനാഴ്ച ആകുമ്പോഴേക്കും മിനിമം 2000 ഗ്ലോറിയും, മിനിമം ഞാൻ പറയട്ടെ, മിനിമം 2000 ഗ്ലോറിയും, പിന്നെ ഗിൽഡ് വാർ ബുധനാഴ്ച ഉണ്ടാവും. ആ ഗിൽഡ് വാറിൽ ഒരു 150 പോയിന്റ്, ഇത്ര പറയുന്നുള്ളൂ. പിന്നെ ശനിയാഴ്ച ആകുമ്പോഴേക്കും ഒരു 5000 ഗ്ലോറിയും, ആ ഗിൽഡ് വാർ 10-200 പോയിന്റ്, അത് തന്നെ ആ ലെവലിൽ പിടിച്ചാൽ മതി. ആഴ്ച 5000 ഗ്ലോറിന് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ബേസിക് ആയിട്ട് പറയണം. കാരണം അത് ബേസിക് ആണ് പറയണം. കാരണം ഇപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നവർ ഉടനെ കയറിയിട്ട് 10,000 അടിക്കാനോട് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും മെല്ലെ മെല്ലെ. കാരണം നിങ്ങൾക്ക് കയറി ഉടനെ ഗിൽഡ് മെമ്പേഴ്സിനോട് കളിക്കാൻ പറ്റുന്നവരില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പിന്നെ അവരായിട്ട് ഫ്രണ്ട്സ് ആവണം, എങ്കിലല്ലേ കളിക്കാൻ കൂട്ടുള്ള ആൾക്കാർ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ ഗിൽഡ് വാർ കളിച്ചത് തന്നെ കയറില്ല ഗ്ലോറി ഇഷ്ടം പോലെ. ഞാൻ വെറും 3 കളി മാച്ച് കളിച്ച് എനിക്ക് കിട്ടിയത് 1300 ഗ്ലോറി എങ്ങാണ്ട് എനിക്ക് കിട്ടി. 1000 ഇത്ര കിട്ടി എനിക്ക് ഗ്ലോറി. പിന്നെ ഗിൽഡ് വാർ കളിച്ചാൽ മാത്രം മതി. വീക്കിൽ 5000 ഗ്ലോറി ആണോ? അതേടാ, വീക്കിൽ 5000 ഉള്ളൂ. ഇപ്പൊ കറണ്ട്ലി വീക്കിൽ 5000 നമ്മൾ പറയുന്നുള്ളൂ, വെറും കറണ്ട്ലി. ചിലപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് 6000 ആവും, 7000 ആവും, 10000 ആവും, ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യിക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ ആരുടെടുത്തും ഒരു ദിവസം ഇത്ര അടിക്കണം, ഇല്ല കിക്ക് ആ മൈൻഡൊന്നും അല്ല. ആഴ്ചയുള്ളൂ. പിന്നെന്താ, വിളിച്ചാൽ കളിക്കാൻ പോകണം. അതായത് ഗിൽഡ് മെമ്പേഴ്സ് വിളിച്ചാൽ കളിക്കാൻ പോകണം. കാരണം എല്ലാവരോടും ഒരു നല്ല ബന്ധം വയ്ക്കണം, എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് നിന്നാലല്ലേ ഇപ്പം നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ ആൾക്കാരുണ്ടാവുള്ളൂ. പിന്നെ എന്താണ്, നിങ്ങളുടെ ഫ്രണ്ട്സിന് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഗിൽഡിൽ കയറ്റാം, കുഴപ്പമില്ല. അവരിതുപോലെ ഈ പറയുന്ന ക്രൈറ്റീരിയ ഫോളോ ചെയ്താൽ മാത്രം മതി. പിന്നെ സെക്കൻഡ് ഗിൽഡും ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ മെയിൻ ഗിൽഡ് കയറി ഒരാഴ്ച കളിച്ചു, പക്ഷെ അടുത്ത ആഴ്ച കളിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഗിൽഡിലോട്ട് മാറ്റിയിട്ട്, അതായത് നമ്മൾ TSL ഉണ്ടാവും, നിങ്ങൾ TSL ഗ്രൂപ്പിലും ഉണ്ടാവും. ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങളെ മെയിൻ ഗിൽഡ് കയറ്റുന്ന പോലെ. കാര്യം മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായില്ലേ? അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി.